നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കോലഞ്ചേരി പഴന്തോട്ടം സെന്റ് മേരീസ് പള്ളിയിൽ കോടതി വിധി നിലനിൽക്കുന്നതിനിടെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്കിടയിൽ വീണ്ടും സംഘർഷവും കത്തിവീശലും. ദുഃഖ വെള്ളിയാഴ്ചയിലെ ആരാധനയ്ക്ക് ശേഷമാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷാവസ്ഥയുണ്ടായത്. പ്രശ്നങ്ങൾക്കിടയിൽ ഒരാൾ കത്തിവീശിയത് പലർക്കും പരിക്കേൽക്കാൻ കാരണമായി. യാക്കോബായ വിഭാഗക്കാർ കോടതി ഉത്തരവ് ലംഘിച്ച് പള്ളിയുടെ മുൻപിൽ ബാനർ കെട്ടിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഉത്തരവിന്റെ ഭാഗമായി യാക്കോബായ വിഭാഗക്കാർ ചാപ്പലിലും ഓർത്തഡോക്സ് വിഭാഗക്കാർ പള്ളിക്കകത്തുമാണ് ആരാധന നടത്തിയിരുന്നത്. ആരാധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ബാനറിന്റെ പേരിൽ ബഹളം നടന്നത്. ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ ഇത്തരത്തിൽ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നതിനിടെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ തങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പഴന്തോട്ടം പള്ളിയിൽ ഇന്നലെ സംഭവിച്ചത് എന്ന തലക്കെട്ടോടെ പോസ്റ്റ് ഇട്ടു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പള്ളിയിൽ ഇന്നലെ നടന്ന സംഘർഷാവസ്ഥയുടെ നിജസ്ഥിതി എന്നാണ് പോസ്റ്റിന്റെ തുടക്കം. ദുഃഖവെള്ളി ദിനത്തിൽ ആരാധനയ്ക്ക് എത്തിയ ഓർത്തഡോക്സ് അംഗങ്ങൾ കാണുന്നത് യാക്കോബായ വിഭാഗത്തിന്റെ വലിയൊരു പെരുന്നാൾ ബാനറാണ്. ഈ ബാനർ കെട്ടുവാൻ അനുമതിയില്ലാതിരുന്ന സാഹചര്യത്തിൽ ഓർത്തഡോക്സ് വിഭാഗം അതിനെ ചോദ്യം ചെയ്തു. തൽഫലമായി അധികാരികൾ അത് നീക്കം ചെയ്തു. ഇതുപോലുള്ള വസ്തുക്കളൊന്നും പള്ളിക്ക് മുന്നിൽ സ്ഥാപിക്കരുതെന്ന് കളക്ടറുമായുള്ള മുൻധാരണയുള്ളതുകൊണ്ടാണ് ഓർത്തഡോക്സ് പക്ഷം ചോദ്യം ചെയ്തത് എന്നും കോടതി വിധി അനുകൂലമുള്ള സാഹചര്യത്തിലും കളക്ടർ പറഞ്ഞ നിബന്ധനകളെല്ലാം ഓർത്തഡോക്സ് പക്ഷം പാലിച്ചു വരുന്നു. എന്നാൽ യാക്കോബായ പക്ഷമാവട്ടെ കോടതി വിധികളെ ഉൾപ്പെടെ ധിക്കരിക്കുന്നെന്നും പോസ്റ്റിൽ പറയുന്നു. ഇതിനെ തുടർന്ന് ഫ്ലക്സ് അധികാരികൾ ചേർന്ന് മാറ്റി. ഇതിനുശേഷമാണ് അവിടെ യാക്കോബായ വിഭാഗം ആക്രമണം അഴിച്ചുവിട്ടത്. ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കൊടിമരത്തിലെ OVBSന്റെ കൊടി നശിപ്പിക്കുകയും ചെയ്തു. അതിനിടയ്ക്കാണ് എൽദോ പത്രോസ് എന്നയാൾ കത്തി വീശിയത്. കത്തിയുമായി എൽദോ പത്രോസ് എന്നയാൾ നടന്നടക്കുന്നതും സ്ഥലത്തുണ്ടായിരുന്ന ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവരെ അകാരണമായി ആക്രമിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നു. ഇയാൾ കത്തിവീശിയതിനെ തുടർന്നാണ് പലർക്കും മുറിവേറ്റത്. ഇതിനെ യാക്കോബായ പക്ഷം വളച്ചൊടിച്ചു. ഓർത്തഡോക്സ് പക്ഷം പലരെയും കുത്തിയെന്നാക്കി. തെളിവായി വീഡിയോ വരെ വന്നിട്ടും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നേരെ മറിച്ചാണ്. മാധ്യമങ്ങളെ വരെ തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസികളെ പറ്റിച്ച് മതവികാരം ഉണർത്തുക എന്നതാണ് യാക്കോബായ വിഭാഗത്തിന്റെ സ്ഥിരം പതിവ്, പോസ്റ്റിൽ പറയുന്നു. ദുഃഖവെള്ളി ദിനത്തിൽ നടന്ന ഈ പൈശാചിക കൃത്യത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിന്റെ പ്രതിഷേധം അറിയിച്ചുകൊള്ളുന്നു. ഇതോടൊപ്പം ലോകത്തെ സത്യാവസ്ഥ അറിയിക്കുകയും ചെയ്യുന്നു എന്നിങ്ങനെ പോസ്റ്റ് അവസാനിക്കുന്നു. പിന്നീട് ഇരുവിഭാഗവും പരസ്പരം ചീത്ത വിളിച്ച് മുദ്രാവാക്യം മുഴക്കി മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ തുടർന്നു. പുത്തൻകുരിശ് കുന്നത്തുനാട് പോലീസ് എത്തിയെങ്കിലും സംഘർഷം കൂടിയതോടെ മലയാറ്റൂർ പള്ളിയിൽ ഉണ്ടായിരുന്ന പോലീസ് സംഘവും എത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. അങ്കമാലി ഭദ്രാസനത്തിന് കീഴിലെ പഴന്തോട്ടം സെന്റ് മേരീസ് പള്ളിയിൽ 45 വർഷമായി നടന്നു വന്ന കേസിന് ശേഷമാണ് പള്ളി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വന്തം എന്ന കോടതി വിധി വന്നത്. ഭരണഘടന അംഗീകരിക്കാത്ത വിഘടിത വിഭാഗത്തിലെ മെത്രാപ്പോലീത്തമാർക്കും വൈദികർക്കും പള്ളിയിൽ ജില്ലാ കോടതി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ വിഘടിത വിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വിധി സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.